ചീരയും കോഴിമുട്ടയും വെച്ചിട്ട് നല്ലൊരു തോരൻ തയ്യാറാക്കുന്നൊരു വീഡിയോയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ലൈസാസ് വ്ലോഗ്. ഒരുപാട് ഔഷധ ഗുണമുള്ള പൊന്നാങ്കണ്ണി ചീരയാണ് ഞാൻ തോരൻ തയ്യാറാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്ക് ഏത് ചീര വെച്ചിട്ടും ഇതേ രീതിയിൽ തോരൻ തയ്യാറാക്കി എടുക്കാം. വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റിയ ചീരയാണ് ഈ പൊന്നാങ്കണ്ണി ചീര. നമുക്ക് ഗ്രോ ബാഗിലോ ഇതേപോലെ വല്ല പഴയ പാത്രങ്ങളിലൊക്കെ വെച്ച് കൊടുക്കാം. അധികം പരിചരണമില്ലാത്തൊരു ചെടി കൂടിയാണ്. ഇടയ്ക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. 2 ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി വേനൽക്കാലത്ത്. പൊന്നാങ്കണ്ണി ചീരയുടെ 2-3 വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ട്. സാധാരണ നമ്മൾ മറ്റുള്ള ചീരകളൊക്കെ കട്ട് ചെയ്യുന്ന പോലെ തന്നെ ഈ ചീരയും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്താൽ പെട്ടെന്ന് തന്നെ പുതിയ ചീരകൾ ഇതിൻ്റെ മീതിൽ നിന്ന് ഉണ്ടായി കിട്ടും. പൊന്നാങ്കണ്ണി ചീരനെ കുറിച്ച് അറിയാത്തവർക്ക് മനസ്സിലാക്കാമെന്ന് കരുതിയാണ് ഇത് ഞാൻ പറയുന്നത് കേട്ടോ. ഈ ചീരയുടെ ഗുണങ്ങൾ അറിഞ്ഞിട്ട് ഞാനിത് തിരുവനന്തപുരത്ത് നിന്ന് കൊറിയറായിട്ട് വരുത്തിയതാണ്. 188 രൂപ കൊടുത്തിട്ട്. ഇതൊരു ചെറിയൊരു തലപ്പുണ്ടായാൽ മതി, ഇത് ഇഷ്ടം പോലെ ഉണ്ടാവും. ചീര കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇലകളൊന്ന് വേർപ്പെടുത്തി എടുക്കണം. അപ്പോൾ ഇതിൻ്റെ മൂക്കാത്ത തണ്ടാണ്, നമുക്കിത് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പം ഞാൻ ഇല മാത്രമേ എടുക്കുന്നുള്ളൂ. ഇനി ഇലയൊക്കെ പറിച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഇതിൻ്റെ വെള്ളം തോരാൻ വെക്കണം. നിങ്ങൾക്ക് ഈ ബക്കറ്റിൽ കണ്ടറിയാം, ഇത് ഒരാഴ്ച കൊണ്ട് ഇനി പുതിയതായിട്ട് തന്നെ പെട്ടെന്ന് ഉണ്ടായി കിട്ടും. ഇതേപോലെ 2 ഗ്രോ ബാഗിലോ 2 പാത്രത്തിൽ എന്തിലെങ്കിലും വെക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള ഇലക്കറി നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി തോരൻ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ നട്ട് വളർത്തിയ മുളക് ചെടിയിൽ നിന്ന് ഒരു മുളക് പറിച്ചെടുക്കുന്നുണ്ട്. ചീരച്ചെടി മുളക് ചെടിയൊക്കെ കണ്ടില്ലേ. ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാം. ഇലയൊക്കെ വൃത്തിയാക്കി എടുത്തു. ഇനി തോരൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 4 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു എരിവുള്ള മുളകും കൂടെ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഉണക്കമുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഇലക്കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതേപോലെ ഉള്ളി മുളകും കൂടി കുത്തിയിട്ടുണ്ടാക്കുകയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇലയൊക്കെ കഴുകിയെടുത്തു. വെള്ളം തോർന്നതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തോരൻ തയ്യാറാക്കാൻ വേണ്ടി ഒരു സവാളയുടെ പകുതി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ലേശം നാളികേരം കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നാളികേരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇവയെല്ലാം കൂടെ കൈ വെച്ചിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതാ തോരൻ തയ്യാറാക്കാൻ വേണ്ടി ഒരു ചട്ടി സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിൻ്റെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഉള്ളി മുളകും കുത്തിയെടുത്തിട്ടില്ലേ, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ ഇതിലേക്ക് ലേശം കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉള്ളി മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് ലേശം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ ഇലയും കൂടെ ഇതിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. പൊന്നാങ്കണ്ണി ചീരയ്ക്ക് ഇത്തിരി വേവ് കൂടുതലാണ്, അതുകൊണ്ട് ഇത് നമ്മളൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക തന്നെ വേണം, എന്നാലാണ് ഇത് വെന്ത് കിട്ടുള്ളൂ. ഇപ്പോൾ 2 മിനിറ്റ് നമ്മളിതൊന്ന് അടച്ച് വെച്ച് കൊടുത്താൽ മതി. എന്നാൽ തന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മളിതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ലല്ലോ, അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. ഈ തോരൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇത് പൊട്ടിച്ചിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊരു പകുതി വേവായിട്ടുണ്ട് വെച്ചാൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
ഇനി നമ്മൾ ഈ കോഴിമുട്ട ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു ഇത്തിരി സമയം ഒന്ന് അവിടെ വെച്ചതിന് ശേഷം നമ്മളിതൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ കോഴിമുട്ട ഇഷ്ടമുള്ളവർക്ക് ഇതേ രീതിയിൽ തയ്യാറാക്കി എടുക്കാം. ഞാൻ ഇതിൽ കോഴിമുട്ട ഇല്ലാതെ ലേശത്തിൽ നിന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. ചീരയിൽ മുരിങ്ങയിൽ നമുക്ക് ഇഷ്ടമുള്ള ഇലക്കറികളൊക്കെ വെച്ചിട്ട് ഇതേ രീതിയിൽ നമുക്ക് തോരൻ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമ്മൾ ഈ ഇലയിൽ ഉപ്പിട്ട് കൊടുത്തില്ല, അപ്പം ഇനി കോഴിമുട്ടമ്മ ഉപ്പ് പിടിക്കാൻ വേണ്ടി ഒരു ഇത്തിരി ഉപ്പ് ഞാൻ അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നമ്മളൊന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കോഴിമുട്ട കഴിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ലേശം ഞാൻ എന്നിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതേ രീതിയിൽ തോരൻ തയ്യാറാക്കാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം. നമ്മളെ ചീരത്തോരൻ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.